ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 335. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യ ഉപനിഷത്താണ് നോക്കുന്നത്. അതിലെ അധ്യായം 1 ഖണ്ഡം 7 ഇന്ന് നോക്കാൻ പോകുന്നത്. അതിലെ മന്ത്രങ്ങൾ. ഇതിൽ ആധ്യാത്മികമായ സ്വരൂപത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം ആദ്യം പ്രാണരൂപത്തിലും സൂര്യരൂപത്തിലുമെല്ലാം വന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഋക്ക് എന്ന് പറയുന്നത് പ്രപഞ്ചവും സാമം എന്ന് പറയുന്നത് അതിൻ്റെ സത്തയുമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതിൻ്റെ സത്ത എന്താണ്? കെമിസ്ട്രിയാണ്. ആറ്റങ്ങൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതെല്ലാം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തിനാ കൊണ്ടാണ് എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ നിർഗുണമായ ബ്രഹ്മത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സത്യം, അതിൻ്റെ സത്ത, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രപഞ്ചം അടങ്ങിയിരിക്കുന്നത് ഋഗ്വേദം. അതിൽ എന്തിനെ കൊണ്ടുണ്ടാക്കിയെന്നുള്ളതാണ് സാമം. അപ്പോൾ ആ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിതിലേക്ക് പോകാം. അപ്പം എല്ലാത്തിലും എന്തുണ്ട്? ഋക്കുമുണ്ട്, സാമവും ഉണ്ട്. നേരത്തെ കുറച്ചെല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ വാക്ക് ഋക്കാണെന്ന് പറയുന്നു. വാക്ക് എന്ന് പറയുന്നത് ശാസ്ത്രം, സയൻസ് ഋക്കാണ്. അത് ഏതിൽ നിന്നാണ് വന്നത്? പ്രാണനിൽ നിന്ന്. എല്ലാറ്റിൻ്റെയും തുടക്കം പ്രാണനാണ്. അപ്പം ശാസ്ത്രവും വന്നിരിക്കുന്നത് പ്രാണനിൽ നിന്നാണ്. അപ്പം പ്രാണൻ എന്താണ്? സാമമാണ്. അതിനാൽ സാമം ഋക്കിന് മേലെയാകുന്നു. അപ്പം സാമം പ്രപഞ്ചശാസ്ത്രത്തിന് മുകളിലുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കേണ്ടെങ്കിൽ കെമിസ്ട്രി, പ്രപഞ്ചത്തെ മനസ്സിലാക്കേണ്ടെങ്കിൽ കെമിസ്ട്രി ആറ്റങ്ങളിലോട്ട് പോയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം സാമം ഋക്കിന് മേലെയാകുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദ്വയമായിട്ട് സൃഷ്ടിച്ചത് കൊണ്ട് വാക്ക് സാ ആണെങ്കിൽ അപ്പം എല്ലാം പ്രപഞ്ചത്തിൻ്റെ അർത്ഥം എന്താണ്? സാമവേദത്തിൽ, കെമിസ്ട്രിയിലൂടെ അങ്ങ് പോകണം. അപ്പോഴാണ് ബ്രഹ്മത്തിലേക്ക് എത്തുക. അപ്പം സാമം എന്ന് പറയുന്നത് ദ്വയമായിട്ട് മാറി എന്ന അർത്ഥത്തിൽ വാക്ക് സാ ആണെങ്കിൽ പ്രാണൻ അമയാകുന്നു. സാമം വാക്കും പ്രാണനും കൂടിയതാണ് ഏത്? സാമവേദം. അപ്പം ഈ വാക്കും പ്രാണനും കൂടിയത് സാമമാകുന്നു. ഇനി കണ്ണ് ഋക്കാകുന്നു. കണ്ണ് എന്ന് പറയുന്നത് ഋക്കാണെങ്കിൽ അതിനെ, കണ്ണിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന എന്താണ്? നമ്മളെ ഉള്ളിലുള്ള ആത്മാവാണ്. അപ്പം ആത്മാവ് സാമമാകുന്നു. അതുകൊണ്ടാണ് സാമം ഋക്കിന് മേലെയാണെന്ന് നമ്മൾ ഗാനം ചെയ്യണം. അത്തരത്തിൽ ഗാനം ചെയ്യണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പ്രപഞ്ചത്തെ മുകളിലാണ്, ഋഗ്വേദത്തിൻ്റെ കാട്ടി മുകളിലേക്ക് എത്തും. ആ ഫുൾ ജ്ഞാനം നേടേണ്ടെങ്കിൽ സാമവേദത്തിലൂടെ, കെമിസ്ട്രിയിലൂടെ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കണ്ണ് സാ ആണെങ്കിൽ ആത്മാവ് അമയാണ്, സാമ. അതായത് കണ്ണും ആത്മാവും കൂടുമ്പോൾ സാമമാകുന്നു. ഇനി ചെവി ഋക്കാണെങ്കിൽ ചെവിയിലൂടെ കേൾക്കുകയാണ് ചെയ്യുന്നത്. കേൾക്കുന്ന എവിടെയാണ് അനലൈസ് ചെയ്യുന്നത്? മനസ്സാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. കേട്ടാലും പോരാ, മനസ്സാണ് അവിടെ നിന്ന്. അപ്പം ചെവി ഋക്കാണെങ്കിൽ മനസ്സ് സാമമാകുന്നു. എന്തുകൊണ്ട്? സാമം ഋക്കിന് മേലെയാണെന്ന് നമ്മൾ ഗാനം ചെയ്യുന്നു. സാമമാണ് ഋഗ്വേദത്തിനെ കാട്ടി മുകളിൽ. കാരണം പ്രപഞ്ചത്തെ അറിയേണ്ടെങ്കിൽ കെമിസ്ട്രി പഠിച്ചല്ലേ പറ്റൂ. നമ്മളെന്താണെന്ന് അറിയേണ്ടെങ്കിൽ നമ്മൾ എവിടത്തേക്ക് പോകണം? നമ്മൾ ആറ്റത്തിലേക്കും എല്ലാത്തിലേക്ക് തന്നെ പോകണം, കെമിസ്ട്രിയിലേക്ക് തന്നെ പോകണം. കെമിസ്ട്രിയാണ്, അങ്ങനെ ഉള്ളോട്ടേക്ക് പോകുന്നതാണ് സാമവേദം. അതുകൊണ്ട് ചെവി സാ ആണെങ്കിൽ മനസ്സ് അമയാകുന്നു. ചെവിയും മനസ്സും കൂടിയതാണ് സാമവേദം. എല്ലാം ദ്വയമായിട്ടാണ് ഉള്ളത് എന്ന അർത്ഥത്തിൽ.
അക്ഷിയുടെ ശുക്ലമായ ദീപ്തി അത് ഋക്കാകുന്നു. കണ്ണിൻ്റെ ശുക്ലമായ ദീപ്തി എന്ന് പറയുന്ന ആ പ്രകാശം, വെളിച്ചം, ശുക്ലം എന്ന് പറയുമ്പോൾ വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഋക്കാണെങ്കിൽ നീലിമയായ കൃഷ്ണമായുള്ളത് സാമമാകുന്നു. ആ കറുപ്പ് നിറം, നീല കറുപ്പ് കൂടിയ കൃഷ്ണന്റെ വർണ്ണം, അത് സാമമാകുന്നു. കാരണം അതിൽ നിന്നാണ്, ഒന്നുമില്ലാത്തതിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുന്നത്. വെളിച്ചമെല്ലാം കറുപ്പ് ആഗീരണം ചെയ്യുകയാണ്. അപ്പൊ കറുപ്പിൽ നിന്നാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് കറുപ്പ് സാമമാകുന്നു. എന്തുകൊണ്ട്? സാമം ഋക്കിന് മേലെയാണ് എന്ന് നമ്മൾ ഗാനം ചെയ്യണം. അതായത് അത് മനസ്സിലാക്കണം. അതായത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതിനെ പഠിച്ചാലേ പ്രപഞ്ചത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അക്ഷിയുടെ ശുക്ലമായ ദീപ്തി സാണെങ്കിൽ കൃഷ്ണവർണം ആയ ഇത് അമയാകുന്നു. അങ്ങനെ ശുക്ലവും കൃഷ്ണവും കൂടിയതാണ് സാമം. ഇനി കണ്ണിനുള്ളിലെ പുരുഷനാരാണ്? അത് ഋക്കാകുന്നു. നമ്മളെ കണ്ണിലൂട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞു, ആ പരമേശ്വരൻ, ആ പരബ്രഹ്മം പ്രാണനിലൂട്ട് വന്നു, സൂര്യനിലൂട്ട് വന്നു. സൂര്യനാണ് നമ്മളെ ശരീരത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പം കണ്ണിലൂട്ട്, കണ്ണിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ശക്തി വിശേഷം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണാണ്. കണ്ണില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോകം തന്നെ ഇല്ല, കാണാൻ പറ്റില്ലല്ലോ, പിന്നെ ഊഹിച്ച് എടുക്കുന്നതല്ലേ. അപ്പം കണ്ണാണ് നമ്മളെ, നാം എന്ന് പറയുന്നത് കണ്ണിലൂട്ടിയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം കണ്ണിൻ്റെ അകത്തുള്ള ആ പുരുഷനാരാണ്? ഋക്കാകുന്നു. ഋക്ക് മാത്രമാണോ അത്? അത് സാമവുമാകുന്നു. കാരണം അത് ബ്രഹ്മമാണ്. അപ്പം പുരുഷൻ എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അത് ഋക്കമാണ്, എല്ലാം ആ പുരുഷനാണ്. അപ്പം ഋക്കാണ്, അത് സാമമാണ്, അത് ഉക്തമാണ്, യജുർവേദമാണ്, അത് ബ്രഹ്മമാണ്. അപ്പോൾ സാമായാലും ഋഗ്വേദമായാലും ഏത് വേദമായാലും അതെല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. അത് 3 വേദങ്ങളുമാകുന്നു. അപ്പം വേദങ്ങൾ എന്നത് സയൻസാണ്. അത് സയൻസ് എന്ന രൂപത്തിലാണ് വെളിയിൽ വന്നത്, പ്രപഞ്ചമായിട്ടാണ് വെളിയിൽ വന്നത്. അപ്പോൾ ആ പ്രപഞ്ചമായാലും സയൻസ് ആയാലും എല്ലാം ബ്രഹ്മമാകുന്നു. പിന്നെയോ ഏതുപോലെ? സൂര്യനിലെ പുരുഷന്റെ രൂപം തന്നെ ചക്ഷുസിലുമുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, സൂര്യനെ ബ്രഹ്മമായിട്ട് കാണാം. സൂര്യനിലുള്ള പുരുഷനെ നമുക്ക് ബ്രഹ്മമായിട്ട് കാണുന്നത് പോലെ നമ്മളെ കണ്ണിൻ്റെ അകത്തുള്ള പുരുഷനെയും ബ്രഹ്മമായിട്ട് കാണണം. ആ ബ്രഹ്മം തന്നെയാണ് ഈ വേദങ്ങളായിട്ട്. നമ്മൾ കണ്ണിലൂടെയാണ് വേദങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. സയൻസ് മനസ്സിലാകേണ്ടെങ്കിൽ കണ്ണിലൂടെ കണ്ടിട്ട് തന്നെയല്ലേ. അപ്പോൾ എല്ലാ വേദങ്ങളും എല്ലാ കണ്ണിൽ നിന്നാണ്, അതിൻ്റെ അടിത്തറ കണ്ണാണ്. അപ്പം 3 വേദങ്ങളും അതാകുന്നു. ആദിത്യനിലുള്ള പുരുഷൻ, ആദിത്യനിലെ പുരുഷരൂപം തന്നെ ചക്ഷുസിലും ഉള്ളത്. അതുകൊണ്ട് ആദിത്യനിലുള്ള പുരുഷന്റെ നാമം തന്നെയാണ് കണ്ണിലുള്ള പുരുഷന്റെ നാമവും. അതെന്താണ്? അത് ബ്രഹ്മം തന്നെ ആകുന്നു. അങ്ങനെയുള്ള ആ ചക്ഷുസിലെ പുരുഷൻ, അങ്ങനെ നമ്മളെ കണ്ണിൻ്റെ അകത്തുള്ള പുരുഷൻ ആത്മാവിൽ നിന്നും, അതും ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത്? ആത്മാവുമായിട്ട്. ആത്മാവാണ് കണ്ണിനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം പിന്നിലുള്ള ആത്മാവായിട്ടും നിൽക്കുന്നതും ആ പുരുഷനാണ്. ആത്മാവിൽ നിന്നും അതിനെ ഇപ്പുറമുള്ള ലോകങ്ങൾ, മനുഷ്യ കാമനകൾ എന്നിവയിലേക്ക് നയിക്കുന്നു, ഇപ്പുറമുള്ള ലോകങ്ങളിലേക്കും. അപ്പം കണ്ണിലൂടെയാണ് നമ്മൾ ഈ ലോകങ്ങളെ മുഴുവൻ കാണുന്നത്.
ആ ചക്ഷുസ്സിലുള്ള പുരുഷൻ കണ്ണിലൂട്ടിയാണ് നമ്മൾ ഈ ലോകങ്ങളെ കാണുന്നത്. ഈ ലോകങ്ങളിലൂടെയാണ് ലോകങ്ങൾ കാണുമ്പോഴാണ് മനുഷ്യരിലെ കാമനകളെല്ലാം ഉണ്ടാകുന്നത്. ആ കാമനകളെല്ലാം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാറ്റിനുമുള്ള പിന്നിലുള്ള ശക്തിവിശേഷം അത് ഈശ്വരനാകുന്നു. നമ്മളെ കാമനകളിലേക്കെല്ലാം നയിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ടെങ്കിൽ അത് ഈശ്വരനാണ്. ആ ഈശ്വരൻ എവിടെ നിന്നാണ് വരുന്നത്? കണ്ണിലൂട്ടിയാണ് നമ്മൾ ആക്ട് ചെയ്ത് വരുന്നത്. പ്രപഞ്ചത്തിലാണെങ്കിൽ സൂര്യനിലൂട്ടിയാണ് അത് ആക്ട് ചെയ്യുന്നത്. എല്ലാ സൂര്യനെല്ലാം വിട്ടെടുക്കുകയാണെങ്കിൽ പ്രാണനിലൂട്ടിയാണ് അത് ആക്ട് ചെയ്യുന്നത്. അത് വരുന്നത് ഉദ്ഗത്തിൽ നിന്നാണ്, ഓങ്കാരത്തിലൂടെയാണ്. ഓങ്കാരത്തിലൂടെയാണ് നിർഗുണമായ ബ്രഹ്മം ദൃശ്യപ്രപഞ്ചമായി മാറിയത്. അപ്പം ദൃശ്യപ്രപഞ്ചമായി മാറിയപ്പോൾ നമുക്കത് ഓങ്കാരത്തിലൂടെ എടുക്കാം, അല്ലെങ്കിൽ പ്രാണനിലൂട്ടി എടുക്കാം, അല്ലെങ്കിൽ സൂര്യനിലൂട്ടി എടുക്കാം. നമ്മളിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ അത് കണ്ണിലൂടെ നമുക്കതിനെ കാണാൻ ശ്രമിക്കാം. വീണയിൽ ഗാനം ചെയ്യുന്നവൻ ഇവനാണ്, ഇവനെയാണ് ഗാനം ചെയ്യുന്നത്. ഒരു വീണയിൽ നമ്മൾ ശബ്ദം മീട്ടുമ്പോൾ ആ ശബ്ദത്തിൻ്റെ പിന്നിലുള്ളതും ആരാണ്? ആ ഈശ്വരൻ്റെ സ്വഭാവമാണ് അതിലൂടെ പുറത്തു വരുന്നത്. കാരണം നാദങ്ങളെല്ലാം എവിടെ നിന്ന് വന്നതാണ്? ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. അപ്പം കമ്പിയിൽ എന്തെങ്കിലും വീണയിൽ നാദങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്ഭവവും ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്നവൻ ധനവാനായി തീരുന്നു എന്ന് പറഞ്ഞാൽ ഈ സത്യം മനസ്സിലാക്കുന്നവന് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുന്നു. പിന്നെ അവൻ്റെ തന്നെയാണ് ഈ ലോകം, പ്രപഞ്ചം അവൻ്റേതായിട്ട് തീരുന്നു. യാതൊരുത്തൻ ഇത്തരത്തിൽ അറിഞ്ഞ് അടുത്ത മന്ത്രത്തിൽ സാമം ഗാനം ചെയ്യുന്നുവോ? അപ്പം ഇത്തരത്തിൽ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് സാമവേദത്തെ ഗാനം ചെയ്യണം. സാമവേദത്തിലൂടെ പോകുമ്പോൾ സാമം എന്ന് പറഞ്ഞാൽ സത്തയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സത്തയാണ്. പ്രപഞ്ചത്തിൻ്റെ സത്ത എടുക്കാൻ ഇടിച്ചു പിടിഞ്ഞ് നോക്കണം. അതാണ് ശാസ്ത്രജ്ഞന്മാർ ഇടിച്ചു പിടിഞ്ഞ് നോക്കിയത്. മനുഷ്യനെ എല്ലാവരും ഇടിച്ചു പിടിഞ്ഞ് നോക്കി. അപ്പോൾ അവർക്ക് കിട്ടിയത് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാമാണ്. അവരിൽ നിന്നാണ് പിന്നെ അവർ ബ്രഹ്മത്തിലേക്ക് എത്താൻ പോയത്. അവിടെ വെച്ച് നിർത്തി. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഈ ശാസ്ത്രം അറിയുന്നവൻ സാമവേദം ഗാനം ചെയ്യുന്നു. സാമവേദത്തിലൂടെ അവൻ പ്രപഞ്ചത്തെ നോക്കി കാണാൻ ശ്രമിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? ആദിത്യനിൽ കൂടി ആദിത്യനിലുള്ള ദേവനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ അവൻ പ്രപഞ്ചമെല്ലാം സാമവേദത്തിലൂടെ, കെമിസ്ട്രിയിലൂടെ മനസ്സിലാക്കുമ്പോൾ എല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഒരു നിർഗുണമായ ആറ്റവും ഇലക്ട്രോണും എല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഒരു നിർഗുണമായ ബ്രഹ്മത്തിലാണ്. ആ ബ്രഹ്മത്തെ അവൻ സൂര്യനിലും കാണുന്നത് പിന്നെ അവൻ ബ്രഹ്മമാണ്. പ്രപഞ്ചത്തിൽ കാണുന്നത് ബ്രഹ്മമാണ് അവൻ. സൂര്യൻ എന്ന് പറയുന്നതും ബ്രഹ്മമാണ്. ആ ശക്തിവിശേഷമാണ് സൂര്യനെല്ലായിട്ട് തീരുന്നത്. അപ്പം സൂര്യനിൽ കൂടി അവൻ അതിൻ്റെ അപ്പുറത്തെ ലോകത്തിലേക്ക് ഉയർന്നു പോകുന്നു. സൂര്യൻ്റെ അപ്പുറത്തെ ലോകത്ത് പോവുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ മുകളിലുള്ള ലോകങ്ങളെയും കാമങ്ങളെയും പ്രാപിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തെ തന്നെ അവൻ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ലോകത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ടു പോവുകയാണ്. അവൻ ലോകം മുഴുവനായിട്ട് വ്യാപിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചം എന്താണെന്ന് നോക്കിയാൽ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അറ്റം കാണാൻ പറ്റില്ല. പ്രപഞ്ചത്തിന് അറ്റവും ഇല്ല. പക്ഷെ നമ്മൾ ഏതിലേക്ക് പോകണം? അത് ഋഗ്വേദം. നമ്മൾ കീഴോട്ടേക്ക് പോയിട്ട് ഇതെല്ലാം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നോക്കുമ്പോൾ നമ്മളെ ശരീരം അടക്കം എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ പ്രോട്ടോൺ, ആറ്റങ്ങളെ കൊണ്ട് ഇലക്ട്രോൺ പ്രോട്ടോൺ അതിൽ നിന്ന് അതിലൂടെ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അവൻ എല്ലാ ജ്ഞാനവും തികഞ്ഞു.
ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനറിയാം ഈ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചവും ഈ ലോകവും എല്ലായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ അവന് ലോകത്തെ മുഴുവൻ അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. സാമവേദത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ലോകത്തെ മുഴുവനാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ കാരണം കെമിസ്ട്രിയിൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടായി, ഇവന് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് നമ്മളെ ശരീരം ഉണ്ടായി, ഇതുണ്ടായി എല്ലാം അങ്ങ് വരെയായി പ്രപഞ്ചം മുഴുവനായി മാറി. അവൻ ലോകം മുഴുവൻ, ലോക കാമനകളെ മുഴുവൻ അവൻ പ്രാപിക്കുന്നു. ഇനി അടുത്ത മന്ത്രത്തിൽ അതേപോലെ അവൻ ചക്ഷസിൽ കൂടി അതിനപ്പുറമുള്ള, അതേപോലെ തന്നെ സൂര്യനിലൂട്ട് അവൻ പോകുന്ന പോലെ, നേരത്തെ പറഞ്ഞു സൂര്യനിലൂട്ട് അവൻ പോകുന്നു, അതുപോലെ അവൻ കണ്ണിലൂട്ട്, സ്വന്തം കണ്ണിലൂട്ട് തന്നെ അവൻ അതിനപ്പുറമുള്ള ലോകങ്ങളിലേക്ക് കടക്കുന്നു. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ തന്നെയാണ് നമ്മളെ കണ്ണ്. നമ്മളെ ശരീരത്തിൽ സൂര്യന് സമാനം കണ്ണാണ്. നമുക്ക് വെളിച്ചം നൽകുന്നത് എന്താണ്? കണ്ണാണ് വെളിച്ചം കാണിച്ചു തരുന്നത്, സൂര്യനാണ് വെളിച്ചം കാണിച്ചു തരുന്നത്. നമ്മളെ സംബന്ധിച്ചൊക്കെ കണ്ണില്ലെങ്കിൽ സൂര്യൻ വെളിച്ചം കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് വെളിച്ചം കാണുന്നതും എല്ലാം കാണുന്നത് കണ്ണാണ്. അപ്പം സൂര്യൻ്റെ സ്ഥാനം നമുക്ക് കണ്ണാണ്. അപ്പം കണ്ണിൽ കൂടി നമ്മൾ സൂര്യനെ എല്ലാം കണ്ടുകൊണ്ട് അടുത്ത ലോകത്തേക്ക് കടന്നു പോകാം. എന്നിട്ട് ലോകങ്ങൾക്ക് എല്ലാ കാമനകളെയും പ്രാപിക്കുന്നു. അപ്പം നമ്മൾ ഏതിലൂടെയും അവിടത്തേക്ക് എത്തിച്ചേരാമെന്നാണ് സത്യം. അപ്പോൾ ഈശ്വരനെ കാണിക്കല്, ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണ്ടിക്കല് ഏതെങ്കിലും ഒരു പൊടി എടുത്തു നോക്കി അതിൻ്റെ അകത്തോട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എല്ലാത്തിൻ്റെയും സത്ത എന്നത് പറയുന്നത് സാമവേദം, സത്ത്, അത് സാമവേദമാണ്. സാമവേദത്തിലൂടെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ആറ്റം, ഇലക്ട്രോൺ, അതിലൂടെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പൊടി കിട്ടിയാലും ആ പൊടിയിലൂടെ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? ബ്രഹ്മത്തെ കാണാൻ പറ്റും. നമ്മളിൽ സൂര്യനിലൂടെ നോക്കണ്ട, പ്രപഞ്ചത്തിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കണ്ണിലൂടെ തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സൂര്യനിലൂടെ നമ്മൾ പോയാലും എത്തിച്ചേരുന്നത് പ്രപഞ്ചത്തിലേക്കാണ്. ഏതിലൂടെ പോയാലും ബ്രഹ്മത്തിലേക്കാണ്. പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലാണ്. ആ ബ്രഹ്മത്തിന്റെ ദൃശ്യരൂപം, ആ ബ്രഹ്മത്തിന്റെ നിർഗുണമായ രൂപവും ഭാവവും ഇല്ലാതെ ബ്രഹ്മത്തിന്റെ ദൃശ്യരൂപമാണ് ഈ പ്രപഞ്ചം. അപ്പം ബ്രഹ്മത്തെ കാണുക എന്നാണ് ഈ പ്രപഞ്ചത്തെ കണ്ടാലും മതി. അത് കാരണം കാണുന്ന രൂപത്തിൽ അതേ ഉള്ളൂ, പ്രപഞ്ചപ്പതേ ഉള്ളൂ. അല്ലാതെ അദൃശ്യമായ ശരിയായ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഈ പ്രപഞ്ചത്തിലൂടെ അദൃശ്യ ശക്തിയെ കാണാൻ നമ്മുടെ കണ്ണിലൂടെ, ഉൾക്കണ്ണിലൂടെ നമുക്ക് സാധിക്കണം. ഈ തരത്തിൽ ഈ സത്യം മനസ്സിലാക്കി സാമം ഗാനം ചെയ്യുന്നവൻ അവൻ ഈശ്വരനായി ഭവിക്കുന്നു. ഈ തരത്തിൽ നമ്മൾ കെമിസ്ട്രിയിലൂടെ, അതാണ് ശാസ്ത്രലോകം ചെയ്തത്. നാം എന്ന് പറയുമ്പോൾ ശാസ്ത്രലോകമാണ്. ശാസ്ത്രലോകം പ്രപഞ്ചം എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്ലെയിനിൽ കയറിയിട്ട് പ്രപഞ്ചം ചുറ്റാനല്ല പോയത്. ശാസ്ത്രലോകം ചെയ്യാനത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തു എടുത്ത് പൊടിച്ചു നോക്കി. പൊടിച്ചു നോക്കിയപ്പോൾ ആറ്റത്തിലേക്ക് പോയി, സാമവേദത്തിലേക്കാണ് പോകുന്നത്, ഉള്ളിലേക്ക്. അങ്ങനെ അവസാനം ഇലക്ട്രോണ്, പ്രോട്ടോണ് കണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം എന്താണെന്ന് നോക്കിയപ്പോഴാണ് അവന് തലക്ക് എന്തെല്ലോ മാതിരിയായിട്ട് സ്ഥലം വിട്ടത്. അവിടെയാണ് ബ്രഹ്മ എത്താൻ പോകുന്നത്. അപ്പൊ അതാണ് കൂടിച്ചേർന്നിട്ട് ഈ പ്രപഞ്ചമായി. അപ്പൊ ഈ പ്രപഞ്ചത്തെ, ഋഗ്വേദത്തെ, പ്രപഞ്ചം മുഴുവൻ അടങ്ങിയ ഋഗ്വേദത്തെ മനസ്സിലാക്കാൻ സാമവേദത്തിലൂടെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളും എന്തായിത്തീരും? ഈശ്വരൻ ആ സത്യം ഉൾക്കൊള്ളുമ്പോൾ എല്ലാം ഏതോ ഒരു ശക്തിവിശേഷം ഇങ്ങനെയല്ല ഈ രൂപത്തിൽ പ്രത്യക്ഷമായതാണെന്ന് മനസ്സിലാക്കും. അവൻ ഈശ്വരനായിട്ട് മാറും.